ഈ ചില ആളുകൾ ഈ കേരളത്തിൽ ചില ഗൂഢാലോചന നടന്നല്ലോ. ആ രാഷ്ട്രീയ ഗൂഢാലോചനയെ അറിയുന്ന പലരും ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് ഞങ്ങൾ തുറന്നു പറയാമെന്ന് പറഞ്ഞ ആളുകൾ, ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് അടക്കം പിന്നീട് പറയാം, അത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിയൊരുക്കും, അതുകൊണ്ട് തൽക്കാലം ഞാൻ നിശബ്ദനാകുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനൊപ്പം പത്മജ വേണുഗോപാലും സമാനമായി തന്നെ വേട്ടയാടപ്പെട്ട ആ കരുണാകരൻ്റെയും കുടുംബത്തിൻ്റെയും ആ സാഹചര്യം വിശദീകരിക്കേണ്ടേ, അങ്ങുൾപ്പെടെ കുടുംബം അനുഭവിച്ച ഒരു വേദനയില്ലേ ആ സമയത്ത്? അല്ല, അതിൽ കുടുംബം അനുഭവിച്ച വേദന എന്ന് പറയുന്നത്, ഒന്ന് അവിചാരിതമായിട്ട് അച്ഛനുണ്ടായ ആക്സിഡൻറ്റ്. അതുവരെ നല്ല ചുറുചുറുക്കോടെ ഓടി നടന്ന വ്യക്തി വളരെ പരിക്കേറ്റ് അവശനായി. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് പോലും ഞങ്ങളുടെ കുടുംബം പ്രയാസപ്പെട്ടൊരു കാലം. സത്യത്തിൽ അതാണ് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ തന്നെ കാരണം. ഈ അച്ഛൻ്റെ അന്നത്തെ കിടപ്പും ഇതൊക്കെ നേരിട്ട് കണ്ടനുഭവിച്ച ആളാണല്ലോ അമ്മ എല്ലാം അനുഭവിച്ച ആളാണ്. ദാരിദ്ര്യത്തിലുള്ള ജീവിതം, മക്കളെ വളർത്താൻ ഉള്ള പ്രയാസം, രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു വരുമാനവും ഇല്ലാതെ കുടുംബം കഴിഞ്ഞു പോയൊരു കാലഘട്ടം. ഇതൊക്കെ കണ്ട അമ്മയെ സംബന്ധിച്ച് അച്ഛൻ തളർന്ന് കിടക്കുമ്പോൾ ഉള്ള ആ മാനസികാവസ്ഥയാണ് അമ്മയ്ക്ക് അറ്റാക്ക് വന്നത്. സത്യത്തിൽ അന്ന് കേരളത്തിൽ വെച്ചുണ്ടായിട്ടുള്ള അറ്റാക്കിൽ തന്നെ 50% അമ്മയുടെ മസിലുകളുടെ ശക്തി നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള അമ്മേനെയാണ് അമേരിക്കയിൽ കൊണ്ടുവന്നത് ലാസ്റ്റ് ചാൻസ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവരും പറഞ്ഞു, മുമ്പ് ഒരു അമ്മയ്ക്ക് TB ബാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള സമയത്ത്. അത് തന്നെ ഈ ലെൻസിനെയൊക്കെ ബാധിച്ചിരുന്നു. അന്ന് ഇത്രയും ചികിത്സയൊന്നും ഇല്ലല്ലോ, TBക്കൊന്നും ചികിത്സയില്ലല്ലോ പണ്ട് കാലത്ത്. അതിനുശേഷം ഈ അറ്റാക്ക് കൂടെ വന്നപ്പോൾ മസിലുകൾ പൂർണ്ണമായിട്ട് 50% മസിൽ വീക്കാണ്. ഓപ്പറേഷൻ ഞങ്ങൾ നടത്താം, ഓപ്പറേഷൻ സക്സസ് ആയിരിക്കും, പക്ഷേ വെൻറ്റിലേറ്ററിലിടുമ്പോൾ എന്താണ് അതിന് തിരിച്ചു വരുന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയാലുക്കളാണ്. എങ്കിലും ഓപ്പറേഷൻ സക്സസ് ആക്കും എന്നവർ പറഞ്ഞു. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. പക്ഷേ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, ഓപ്പറേഷൻ സക്സസ് ആയി രോഗി മരിച്ചു എന്ന് പറഞ്ഞ പോലെയായി അമ്മയുടെ അവസ്ഥ. അപ്പോൾ 50% മസിൽ വീക്കായതുകൊണ്ടാണ് ഈ ബ്രീത്തിങ്ങിലേക്ക് അമ്മയ്ക്ക് തിരിച്ചു വരാൻ കഴിയാത്തത്. അതോടുകൂടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു നട്ടെല്ല് പോയില്ല. അമ്മ എല്ലാം നോക്കിക്കണ്ട അമ്മ എല്ലാ കഷ്ടകാലത്തും അച്ഛനോടൊപ്പം നിന്ന് അതിന്ന് മക്കളെ ദുരിതം അറിയിക്കാതെ, എന്നാൽ വീട്ടിൽ വരുന്നവർക്കൊക്കെ ഞങ്ങളുടെ പങ്ക് കൂടെ എടുത്ത് ഭക്ഷണം കൊടുത്ത അമ്മ ഇല്ലാതായപ്പോൾ തന്നെ വീടിൻ്റെ ഒരു ഐശ്വര്യം പോയി. പറയില്ലേ, വീടിൻ്റെ ഒരു കെടാവിളക്കായിരുന്നു അമ്മയെങ്കിൽ ആ ഐശ്വര്യം പോയി. അപ്പോഴാണ് ഈ ചാരക്കേസ്, ചെല്ലുന്ന സ്ഥലത്തൊക്കെ കൂവൽ, ഒരുപാട് പീഡനങ്ങൾ കുടുംബം അനുഭവിച്ചു.